ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ്. ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. യാതൊരുവിധ അപസ്വരങ്ങളുമില്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യജനാധിപത്യ മുന്നണി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിനുവേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീം UDFൻ്റെ മുഴുവൻ നേതാക്കളെയും, ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അവരോട് ഹൃദയപൂർവ്വമായ നന്ദി പറയുകയാണ്. ഉത്കണ്ഠയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരുന്ന മുഴുവൻ പേർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ തീരില്ല. മുതിർന്ന നേതാക്കൾ മുതൽ പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ അവരെല്ലാം ഉൾപ്പെടെ കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ എല്ലാവരും, മുൻ PCC പ്രസിഡന്റുമാർ അടക്കം മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് പ്രവർത്തിച്ചത്. ഇതൊരു വലിയ മെസ്സേജാണ്. ഇങ്ങനെ പ്രവർത്തിച്ചാൽ UDF ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗക്കത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് 100-ലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ UDF നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. ഈ സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു, അതിൻ്റെ ആഴം എത്രയാണ് എന്ന് വളരെ വ്യക്തമാണ്. ആഴം എത്രയാണ്, ആ വെറുപ്പിൻ്റെ ആഴം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പോടു കൂടിയാണ് ഈ ഗവൺമെൻറ്റിനെ കാണുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞു, പല നേതാക്കളും പറഞ്ഞു, ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമുള്ള നിലമ്പൂർ അത്ര എളുപ്പമുള്ള സീറ്റല്ല UDFന്. അല്ല, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട UDFന് വൻ ഭൂരിപക്ഷം കിട്ടുന്ന 2 പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജകമണ്ഡലത്തിലേക്കും 1 പഞ്ചായത്ത് ഏറനാട് നിയോജകമണ്ഡലത്തിലേക്കും പോയി. അപ്പോൾ 2011 ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ പരിണതപ്രജ്ഞനായ നിലമ്പൂരിൻ്റെ ഹൃദയമായ ശ്രീ ആര്യാടൻ സാർ ജയിച്ചത് 5500 വോട്ടിനാണ് 2011. കാരണം കോൺസ്റ്റുവൻസി ഡീലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ ആര്യാടൻ സാർ ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിൽ 2016 വലിയ വ്യത്യാസത്തിൽ ഞങ്ങൾ തോറ്റത്. 2021 ഞങ്ങളവിടെ തോറ്റു. ഇപ്പോൾ അതിൻ്റെ എല്ലാം പലിശയടക്കം ജനങ്ങൾ അവരാണ് ഞങ്ങളെ വിജയിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ ജനവിശ്വാസം ഞങ്ങൾ കാത്തു സംരക്ഷിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, ഈ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, തകർന്നു പോയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, അത് കൊണ്ടുവരാൻ UDF നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാക്കാണ് ഞങ്ങൾ കൊടുത്തത്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും